എല്ലാവരുടെയും ചർച്ചാ വിഷയം പാമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളും അതിനെക്കുറിച്ചൊരു ഇത് പറയാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പാമ്പുകളെ പേടിച്ച് നമ്മുടെ വീട്ടിലെ ചെടിത്തോട്ടങ്ങൾ നശിപ്പിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെടികളോട് ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ നോക്കി നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പേടി സ്വപ്നം എന്ന് പറയുന്നത് പാമ്പാണ്. ചൂടുകാലമായത് ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ പാമ്പുകൾ ചെടികളുടെ ഉള്ളിലും ചട്ടിയുടെ ഉള്ളിലൊക്കെ വന്നിരിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യണ കാര്യങ്ങൾ, ഞാൻ ഇത്ര വർഷമായി ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ എൻ്റെ ചെടിത്തോട്ടത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെടികളോട് വലിയ ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ നിറച്ച് ചെടി കാണുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയും ആയി നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെടീനെ അതിൻ്റെ അനുസരിച്ച് പരിപാലിച്ച് നല്ല ഭംഗിയിൽ വെട്ടി നിർത്തി ഒക്കെ കൊണ്ടുപോയാലേ ആ ചെടീനെ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഈ ഇഴജന്തുക്കളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വെട്ടി നിർത്തി ഒതുക്കി അതിൻ്റെ കടഭാഗമൊക്കെ നമ്മൾ നല്ല നീറ്റാക്കി നല്ല വൃത്തിയിൽ ഇടുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പാമ്പ് കാര്യങ്ങളൊക്കെ വന്ന് കിടക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ചെടിച്ചട്ടികളുടെ വിടവുകളിൽ, അതായത് 3-5 ചെടിച്ചട്ടികൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിടവുകളിലും പിന്നെ ഉള്ളിലും അതിന് സേഫ്റ്റിയാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അത് കയറിയിരിക്കുള്ളൂ. പിന്നെ ഇരുമ്പ് കൂട്ടിയിട്ടേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിടവുകളിലോ അങ്ങനെയൊക്കെയാണ് അത് കയറിയിരിക്കുള്ളൂ. പിന്നെ മരക്കഷ്ണങ്ങൾ കൂട്ടിയിടുക, അങ്ങനെ കൂട്ടിയിടുക, കല്ലുകളൊക്കെ കൂട്ടിയിടുക, അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കുള്ളൂ അതതിൻ്റെ സേഫ്റ്റി നോക്കി കൂടുതലും അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുക. നമ്മുടെ ഇവിടെ പാമ്പ് കാണാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പാമ്പുണ്ട്. അതായത് ചേരയാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മളുടെ ഇതിൽ കണ്ടിട്ടുള്ളത്. അത് ഒന്ന് നമ്മൾ കാണുമ്പോഴേക്കും അത് ഓടിപ്പോകും, ചേര ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അല്ലാണ്ട് വേറെ പാമ്പുകളൊന്നും നമ്മളുടെ ചുറ്റുവട്ടത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കണ പറമ്പോ പാടത്തിൻ്റെ അരുത്തുള്ള വീടുകൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളവർക്കായിരിക്കും കൂടുതൽ പാമ്പിൻ്റെ ശല്യങ്ങൾ കൂടുതലുണ്ടാവുക. നമുക്കിവിടെ അങ്ങനത്തെ ഇതുകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചേരപ്പാമ്പിനെ മാത്രമേ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ വാർത്തയുണ്ടായിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പാമ്പിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം, അതിൻ്റെ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ അത് നടക്കണ ഒരു ഇതുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ അത്രയും നാൾ നമുക്ക് ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ വാർത്ത ചത്തുപോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേരനെ കൂടുതൽ കാണാറുണ്ട്. ഈ ടൈം ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും ചേരനെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് അപ്പോൾ തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ ഇവിടെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ എവിടെയെങ്കിലും കയറിയിരിക്കുക അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പാമ്പിനെ പേടിച്ചിട്ട് ചെടികളൊന്നും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. അത് നല്ല രീതിയിൽ അതിൻ്റെ കെയറിങ് കാര്യങ്ങളനുസരിച്ച് അത് നമ്മൾ കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മൾ വീടുകളിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒതുക്കുക. ചട്ടികളൊക്കെ നമ്മൾ കൈയിടുമ്പോഴായാലും സൂക്ഷിക്കുക. അനക്കിയിട്ട് ഒരു കോലെടുത്തിട്ടൊക്കെ തട്ടി അനക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുക. നമ്മളുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളിതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പാമ്പിനെ പേടിച്ച് നമ്മുടെ ഗാർഡൻ്റെ ഭംഗിയും ഗാർഡനൊന്നും കളയാൻ നിൽക്കണ്ട. അവരവരുടെ സേഫ്റ്റി നോക്കി അവർ പോവും, നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട്